എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th ക്ലാസ്സിലെ ഹിന്ദി NCERT സഞ്ജയൻ എന്ന ബുക്കിലെ 4th ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് മേരാ ഛോട്ടാ സാ നിജി പുസ്തകാലയ്. അത് എഴുതിയിരിക്കുന്നത് ധർമ്മവീർ ഭാരതി ആണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കഥ തന്നെയാണ് ഇതിൽ കൂടി പറയുന്നത്. ലേഖകന് ബുക്സ് വലിയ ഇഷ്ടമായിരുന്നു, ഒരുപാട് ബുക്സ് വായിക്കുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ബുക്ക് വാങ്ങിയതെങ്ങനെ, പിന്നെ കുറേ ബുക്സുകൾ വാങ്ങിച്ച് പിന്നെ അതൊരു ലൈബ്രറി ആക്കി മാറ്റി, അതൊക്കെ എങ്ങനെയാണ്, അതിനിടയിൽ അസുഖം ബാധിച്ചു. അപ്പോൾ തൻ്റെ ആ ലൈബ്രറിയിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം എന്നൊക്കെ തൻ്റെ സ്വന്തം കഥയാണ് പറയുന്നത്. മേരാ ഛോട്ടാ സാ നിജി പുസ്തകാലയ്, എൻ്റെ ചെറിയ നിജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ലൈബ്രറി. ജൂലൈ 1979, ജൂലൈ 1999 കാര്യമാണ് പറയുന്നത്. ബച്ചനേക്ക് കോയി ഉമ്മീദ് നഹീ തീ, രക്ഷപ്പെടാനുള്ള ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. ഉമ്മീദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷ. തീൻ ജബർദസ്ത് ഹാർട്ട് അറ്റാക്ക് ഏക് കെ ബാദ് ഏക്, 3 ജബർദസ്ത് എന്ന് വെച്ചാൽ സിവിയർ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക്, ഒന്ന് കഴിഞ്ഞ് ഇനിയൊന്ന്, അങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഇനിയൊന്ന് 3 തവണ. एक तो ऐसा कि നബ്സ് ബന്ദ്, സാസ് ബന്ദ്, ധഡ്കൻ ബന്ദ്. ഒരു പ്രാവശ്യം എങ്ങനെയായിട്ടുണ്ടായിരുന്നത്, പൾസ്, നബ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൾസ് ബന്ധായിപ്പോയി. പിന്നെ സാസ്, ശ്വാസം ബന്ധായിപ്പോയി. പിന്നെ ധഡ്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിടിപ്പ്, ഹൃദയമിടിപ്പില്ലേ, അതിനാണ് പറയുക, ധഡ്കൻ ബന്ദ്, അതും ബന്ധായിപ്പോയി. ഡോക്ടറോനെ ഘോഷിത് കർ ദിയ കി അബ് പ്രാൺ നഹി രഹേ, ഡോക്ടേഴ്സ് ഡിക്ലെയർ ചെയ്തു. ഘോഷിത് കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്തു. എന്താണ്, ഇനി പ്രാണൻ ബാക്കിയില്ല, ഇനി പ്രാണൻ ഇല്ല, അതിൻ്റെ അർത്ഥം ജീവൻ പോയി എന്ന് പറഞ്ഞു. പർ ഡോക്ടർ ബോജർസിനെ ഫിർ ഭി ഹിമ്മത്ത് നഹി ഹാരി തീ, എന്നാൽ ഒരു ഡോക്ടർ ബോജർസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ഹിമ്മത്ത് നഹി ഹാരി, ധൈര്യം വിട്ടില്ല. ധൈര്യം വിട്ടില്ല. ഉന്നോനെ 900 വോൾട്ട് കെ ഷോക്സ് ദിയെ, അദ്ദേഹം 900 വോൾട്ടിൻ്റെ ഷോക്ക് കൊടുത്തു ശരീരത്തിൽ. ഭയാനക് പ്രയോഗം, വളരെ ഭയാനകമായിട്ടുള്ള ഒരു പ്രയോഗം. ലേക്കിൻ വേ बोले कि यदि यह मृत शरीर मात्र है तो दर्द महसूस ही नहीं होगा. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്, ഇതൊരു മൃതശരീരമാണെന്നുണ്ടെങ്കിൽ, പറഞ്ഞാൽ ഇതൊരു ഡെഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ, ഇതിൽ ജീവനില്ല എന്നെങ്കിൽ ദർദ് മെഹസൂസ് നഹി ഹോഗ, വേദന ഫീൽ ആവാൻ സാധ്യതയേ ഇല്ല, വേദന ഫീൽ ആവില്ല. പർ യദി കहीं भी जरा भी एक कण പ്രാണശേഷ ഹോങ്കെ തോ, എങ്ങാനും വളരെ കുറച്ച് അല്ലെങ്കിൽ ഒരു കണത്തിൻ്റെ എങ്കിലും പ്രാണൻ അവശേഷിക്കുന്നുണ്ട്, ബാക്കിയുണ്ട് എങ്കിൽ ഹാർട്ട് റിവൈവ് കർ സക്താ ഹെ, ഹാർട്ട് റിവൈവ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം പുനരുജ്ജീവിപ്പിക്കുക, റിവൈവ് ചെയ്യാൻ പറ്റുക, പറഞ്ഞാൽ അത് ഇനിയും ജീവൻ വയ്ക്കാൻ സാധ്യതയുണ്ട്. പ്രാൺ തോ ലോട്ടെ, പ്രാണൻ തിരിച്ചു വന്നു. പർ ഇസ് പ്രयोग में 60% ഹാർട്ട് സദാ കെ ലിയെ നഷ്ട ഹോ ഗേ, ഈ പ്രയോഗത്തിൽ, ഈ ഷോക്ക് കൊടുത്ത ആ പ്രയോഗമില്ലേ, അതിൽ പ്രാണൻ തിരിച്ചു കിട്ടി, പക്ഷേ എന്തായി, 60% ഹാർട്ട്, 60% ഹാർട്ടിൻ്റെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ 60% ഹാർട്ടിൻ്റെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. കേവൽ 40% ബച്ച, ബാക്കി 40% ആണ് പിന്നെ രക്ഷപ്പെട്ടത്. ഉസ്മേ ബി 3 അവരോധ് ഹെ, അതിലും എന്താണ്, ആ 40% രക്ഷപ്പെട്ടതിലും 3 അവരോധ്, ബ്ലോക്കേജ് എഴുതിയിട്ടുണ്ട് അവിടെ, 3 ബ്ലോക്കേജ് ഉണ്ട്, 3 ബ്ലോക്കുകളുണ്ട്. ഓപ്പൺ ഹാർട്ട് ഓപ്പറേഷൻ തോ കർണാ ഹി ഹോഗ, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് തന്നെ വേണം. പർ സർജൻ ഹിച്ചക് രഹേ ഹെ, എന്നാൽ സർജൻ ഹെസിറ്റേറ്റ് ആവുന്നുണ്ട്. കേവൽ 40% ഹാർട്ട് ഹെ, വെറും 40% ഹാർട്ടേ ശരിയായിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഓപ്പറേഷൻ കൂടി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ശരിയാവോ ഇല്ലേ എന്നൊക്കെയുള്ള ഹെസിറ്റേഷൻ. ഓപ്പറേഷൻ കെ ബാദ് ന റിവൈവ് ഹുവാ തോ, ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം റിവൈവ് ആകാൻ സാധിച്ചില്ലെങ്കിലോ, തയ ഹുവാ കി അന്യ വിശേഷജ്ഞോं की राय ले ली जाए, പിന്നെ ഡിസൈഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വേറെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അവരുടെയും കൂടി ഒപ്പീനിയൻ എടുക്കാൻ തീരുമാനിച്ചു. തബ് കുച്ച് ദിൻ ബാദ് ഓപ്പറേഷൻ കി സോച്ചെങ്കെ, പിന്നെ ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യം ആലോചിക്കാം. തബ് തക് ഘർ ജാക്കർ ബിനാ ഹിലെ ഡുലെ വിശ്രാം കരെ, ഇനി എന്താണ്, വീട്ടിൽ പോയി ബിനാ ഹിലെ ഡുലെ, ഇളകൊന്നും ചെയ്യാണ്ട് വിശ്രമിക്കാൻ പറഞ്ഞു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ബെഹർലാൽ അല്ലെങ്കിൽ ബർഹാൽ എന്നും പറയും കേട്ടോ അതിൻ്റെ അർത്ഥം ഫിൽഹാൽ, പറഞ്ഞാൽ എന്തായാലും എന്ന് പറയില്ലേ, എനിവേ, ഹവർ എന്നൊക്കെ പറയാം. എന്തായാലും
ऐसी अर्ദ്ധമൃത്യു की हालत में ഇങ്ങനെ അർദ്ധമൃത്യു എന്ന് പറഞ്ഞാൽ പാതി മരിച്ചത് അദ്മറ എന്ന് താഴെ കൊടുത്തിട്ടുണ്ട് പാതി മരിച്ച ഈ കണ്ടീഷനിൽ വാപ്പസ് ഘർ ലായ ജാത്താ ഹൂँ അദ്ദേഹത്തിനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു മേരി ജിദ് ഹേ കി ബെഡ്റൂം में नहीं मुझे अपनी किताबों वाले कमरे में ही रखा जाए എൻ്റെ വാശിയായിരുന്നു ജിദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാശി എന്നെ ബെഡ്റൂമിലല്ല എൻ്റെ കിതാബും വാലേ കമറേമേ എൻ്റെ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്ന ആ റൂമിൽ തന്നെ എന്നെ ഇരുത്തണം എന്ന് വഹി ലിഠാ ദിയാ ഗയാ ഹെ മുझे അവിടെ തന്നെ എന്നെ കിടത്തി ചൽന ബോൾന പഠന മന നടക്കുക സംസാരിക്കുക വായിക്കുക എല്ലാം നിഷേധിച്ചിരിക്കുകയാണ് മന ഒന്നും ചെയ്യാൻ പാടില്ല ദിൻ ഭർ പടേ പടേ ദോ ഹി ചീസേ ദേഖ്താ രഹതാ ഹൂँ ദിവസം മുഴുവനും ഞാൻ അവിടെ കിടന്ന് രണ്ട് കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് बाएं ओर की खिड़की के सामने रह रहकर हवा में झूलते ബായേ ഓർ കി ഖിടുക്കി ലെഫ്റ്റ് സൈഡിലുള്ള ജനലിൻ്റെ അരികത്തുള്ള രഹ രഹക്കർ പറഞ്ഞാൽ ഇടവിട്ടിട്ട് ഇടയ്ക്കിടെ ഹവാമേ ഝൂൽത്തെ കാറ്റിൽ ആടുന്ന സുപാരിക്ക് പേടിക്ക് സുപാരി എന്ന് വെച്ചാൽ അടയ്ക്കയുടെ മരത്തിൻ്റെ ജാലർദാർ പത്തെ തൂങ്ങി നിൽക്കുന്ന ഇലകൾ ജാലർദാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂങ്ങി നിൽക്കുന്ന താഴോട്ട് തൂങ്ങി നിൽക്കുന്ന ഇലകൾ ഓർ അന്തർ കമറേമേ ചാറോ ഓർ ഉള്ളിൽ റൂമിൻ്റെ അകത്ത് നാല് വശത്തും ഫർഷ് സെ ലേക്കർ ചത്ത് തക്കി ഊഞ്ചി ഫർഷ് എന്ന് വെച്ചാൽ നിലം ഫ്ലോറ് തുടങ്ങിയിട്ട് ചത്ത് എന്ന് വെച്ചാൽ ടെറസ് ഇവിടെ എന്താണ് റൂഫ് വരെ പിന്നെ ഉയർന്നു നിൽക്കുന്ന പറഞ്ഞാൽ താഴെ നിലം തൊട്ട് റൂഫ് വരെ നിൽക്കുന്ന കിതാബോസെ ടസാട്ടസ് ഭരി അൽമാറിയ ബുക്കുകൾ കൊണ്ട് നിറഞ്ഞ അലമാറികൾ അപ്പം ഈ രണ്ട് സാധനമാണ് പറയുന്നത് ഒന്ന് ഈ അടയ്ക്കയുടെ മരവും രണ്ട് ബുക്കുകൾ കൊണ്ട് നിറഞ്ഞ അലമാരയും അപ്പോൾ ടസാട്ടസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൻസ് ആയിട്ട് പറഞ്ഞ് നമ്മൾ കുത്തി നിറയ്ക്കുക എന്ന് പറഞ്ഞില്ലേ അങ്ങനെ നിറഞ്ഞ बचपन में परी कथाओं फेरी टेल्स में जैसे पढ़ते थे कि राजा के प्राण उसके शरीर में नहीं കുട്ടിക്കാലത്തെ പരി കഥാവും ഫെയറി ടെയിൽസിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത് പോലെ രാജാക്കെ രാജാവിൻ്റെ പ്രാണൻ അഥവാ ജീവൻ ഉസ്കെ ശരീർ മേ നെഹി അവരുടെ ശരീരത്തിലല്ല തോത്തേമേ രഹത്തെ ഹേ തത്തയിലാണ് പറഞ്ഞാൽ ഇത് ഫെയറി ടെയിൽസിലുള്ള കഥകളാണ് കേട്ടോ പറയുന്നത് വേസേ ഹി ലത്താത്ത അതേപോലെ തന്നെ തോന്നുമായിരുന്നു കി മേരെ പ്രാൺ ഇസ് ശരീർ സേ തോ നിക്കൽ ചുക്കേ ഹേ എന്താ തോന്നുന്നത് എൻ്റെ പ്രാണൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞു എന്ന് തോന്നുമായിരുന്നു വേ പ്രാൺ ഇൻ ഹസാറോ കിതാബോ മേ ബസേ ഹേ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ട് ഈ ഹസാറോ കിതാബോ ഈ ആയിരക്കണക്കിന് ബുക്സിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് തോന്നുമായിരുന്നു ജോ പിछले 40-50 ബർസ് മേ ധീരെ ധീരെ മേരെ പാസ് ജമാ ഹോത്തി ഗയി ഈ ബുക്സൊക്കെ കഴിഞ്ഞ 40-50 വർഷം കൊണ്ട് വർഷങ്ങൾ എടുത്തിട്ട് പതുക്കെ എൻ്റെ അടുത്ത് കളക്റ്റായ ബുക്സാണ് അതിൽ എൻ്റെ പ്രാണൻ പോയ പോലെ തോന്നുമായിരുന്നു കേസെ ജമാ ഹുയി ഇതൊക്കെ എങ്ങനെ കളക്റ്റായി സങ്കലൻ കി ഷുറുവാത്ത് കേസെ ഹുയി ആ കളക്ഷൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എങ്ങനെയായിരുന്നു സങ്കലൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഇത് കഥ ബാദ്മേ സുനാവുക ഈ കഥ ഞാൻ പിന്നെ കേൾപ്പിക്കാം पहले तो यह बताना ज़रूरी है कि किताबें पढ़ने और सहेजने का शौक़ कैसे जागा ആദ്യം യഹ ബത്താന ജറൂരി ഹെ ഇത് പറയേണ്ടത് തീർച്ചയായും ആവശ്യമാണ് കി എന്തെന്നാൽ കിതാബോ പഠനെ ബുക്സ് വായിക്കാനും സഹേജനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുക പറഞ്ഞാൽ നന്നായിട്ട് പിന്നെ നല്ല രീതിയിൽ വെക്കുക സഹേജന എന്ന് വെച്ചാൽ അങ്ങനെ വെക്കാനും ഒക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്നിൽ എങ്ങനെ വന്നു എന്നത് ആദ്യം പറയണം ബച്പൻ കി ബാത്ത് ഹെ കുട്ടിക്കാലത്തുള്ള ഒരു കാര്യമാണ് ഉസ് സമയ ആര്യ സമാജ് കാ സുധാർവാദി ആന്തോളൻ അപ്പനെ പൂരെ ജോർ പർ താ ആ സമയത്ത് ആര്യ സമാജത്തിലെ സുധാർവാദി ആന്തോളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഫോം മൂവ്മെൻറ്റ് REFORM റീഫോം മൂവ്മെൻറ്റ് ആന്തോളൻ എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് അതിൻ്റെ പീക്ക് സ്റ്റേജിലായിരുന്നു റീഫോം മൂവ്മെൻറ്റ് എന്താണ് സുധാർവാദി ആന്തോളൻ പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സമാജത്തിൽ ആവശ്യമില്ലാത്ത ട്രഡീഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് മാറ്റുക അല്ലേ ഇപ്പോൾ എക്സാമ്പിൾ വല്ല കാസ്റ്റ് സിസ്റ്റമോ അല്ലാന്നുണ്ടെങ്കിൽ അവരിവിടെ പോകാൻ പാടില്ല ഇവരിവിടെ അങ്ങനെ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊന്നും ആവശ്യമില്ലാത്തതാണ് നമുക്ക് അല്ലേ ജനങ്ങൾക്കിടയിൽ ആവശ്യമില്ലാത്ത അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി നല്ല കാര്യങ്ങൾ മാത്രം വെക്കുക അതാണ് റീഫോം പിന്നെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മേരെ പിത ആര്യ സമാജ് റാണി മണ്ഡി കെ പ്രധാൻ തേ എൻ്റെ അച്ഛൻ ആര്യ സമാജ റാണി മണ്ഡി എന്ന സ്ഥലത്ത് ആര്യ സമാജത്തിലെ ചീഫായിരുന്നു ഓർ മാന്യ സ്ത്രീ ശിക്ഷ കെ ലിയെ ആദർശ കന്യ പാഠശാല की സ്ഥാപന की थी അമ്മ സ്ത്രീ ശിക്ഷ കെ ലിയെ സ്ത്രീകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആദർശ കന്യ പാഠശാല എന്ന പേരിൽ ഒരു പാഠശാല അഥവാ സ്കൂളിൻ്റെ സ്ഥാപിച്ചു
പിതാക്കി അച്ചി ഖാസി സർക്കാരി നോക്കരി തീ. അച്ഛൻ്റെ നല്ല ഗവൺമെൻറ് ജോലിയായിരുന്നു. ബർമ റോഡ് ജബ് ബൻ രഹി തീ തബ് ബഹുത് കമായാത്ത. ബർമ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് വളരെയധികം സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു ഉന്നോനെ അദ്ദേഹം അച്ഛൻ. ലേക്കിൻ മേരെ ജനം കെ പെഹലെ ഹി ഗാന്ധിജി കെ ആഹ്വാൻ പർ ഉന്നോനെ സർക്കാരി നൗക്കരി ചോട് ദീ തീ. എന്നാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജിയുടെ ആഹ്വാനത്തിൽ, ഗാന്ധിജി പറഞ്ഞത് പ്രകാരം, ആഹ്വാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിലും ആഹ്വാൻ എന്ന് പറയും, പറഞ്ഞത് പ്രകാരം ഉന്നോനെ അച്ഛൻ സർക്കാരി നോക്കരി ചോട് ദീ തീ. ആ ഗവൺമെൻറ് ജോലി വിട്ടിരുന്നു. ഹം ലോഗ് ബഡെ ആർത്തിക് കഷ്ടോ സെ ഗുസർ രഹേ തേ. ഞങ്ങൾ വളരെയധികം ആർത്തിക് കഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം, ഫൈനാൻഷ്യൽ ക്രൈസിസ്. അപ്പോൾ വളരെയധികം പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു. പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. ഫിർ ഭി ഘർ മേ നിയമിത് പത്ര പത്രികയെ ആത്തി തീ. എന്നാലും വീട്ടിൽ നിയമിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം അനുസരിച്ച്, അതിൻ്റെ അർത്ഥം ഇവിടെ അത്യാവശ്യം വേണ്ട പത്രപത്രിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറോ മാഗസിൻസോ ബുക്സോ എന്ത് വേണം അതെല്ലാം വരുമായിരുന്നു. आर्यमित्र साप्ताहिक, वेदोदम, सरस्वती, गृहिणी और 2 बाल പത്രികയെ ഖാസ് മേരെ ലിയെ ബാൽ സഖ ഓർ ചംചം. അപ്പോൾ ഈ പിന്നെ ബുക്സുകളൊക്കെയാണ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 2 എണ്ണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അതെന്തൊക്കെയാണ്? ബാൽ സഖ, ചംചം. उनमें होती थी परियों, राजकुमारों, दानवों और सुंदरी राजकन्याओं की कहानियाँ. അതിൽ എന്തൊക്കെയാണുള്ളത്? പരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെയറീസ്, പിന്നെ രാജ്കുമാർ തന്നെയാണ്. ദാനവ് എന്ന് വെച്ചാൽ രാക്ഷസന്മാർ, ഓർ സുന്ദരി രാജകന്യാവും, സുന്ദരിയായിട്ടുള്ള രാജകന്യകമാർ, അങ്ങനെയുള്ളവരുടെ എല്ലാം കഥകൾ അതിലുണ്ടാവുമായിരുന്നു. ഓർ രേഖാചിത്ര, പിന്നെ സ്കെച്ചസും അതും എല്ലാം അതിൽ ഉണ്ടാവുമായിരുന്നു. മുझे പഠ്നെ കി ചാട്ട് ലഗ് ഗയി തീ. എനിക്ക് ഇതൊക്കെ വായിക്കാനുള്ള ചാട്ട് ലഗ് ഗയി തീ പറഞ്ഞാൽ വളരെയധികം ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിരുന്നു. ചാട്ടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ലിക്കിങ്, നക്കുക എന്ന് പറയില്ലേ, അതിനാണ് ശരിക്കും പറയുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ എനിക്ക് വളരെയധികം വായിക്കാനുള്ള ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. ഹർ സമയ പഠിത്താ രഹത്ത. ഏത് സമയവും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഖാന ഖാത്തെ സമയ थाली के पास പത്രികയെ रखकर പഠിത്താ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്ലേറ്റിൻ്റെ അടുത്ത് ഈ ബുക്സ് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പറഞ്ഞാൽ കഴിക്കുന്നതിനോടൊപ്പം വായിക്കുകയും ചെയ്യുമായിരുന്നു. अपनी दोनों पत्रिकाओं के अलावा भी सरस्वती और आर्यमित्र पढ़ने की कोशिश करता. ഈ കുട്ടികൾ വായിക്കുന്ന 2 ബുക്സ് അല്ലാതെ വേറെ സരസ്വതി, ആര്യമിത്ര എന്ന പേരിലുള്ള അതും വായിക്കാൻ ശ്രമിക്കുമായിരുന്നു, ട്രൈ ചെയ്യുമായിരുന്നു. ഘർ മേ പുസ്തകേം പി തീ. വീട്ടിൽ ബുക്സുകളും ഉണ്ടായിരുന്നു. ഉപനിഷത്തെ और उनके हिंदी अनुवाद सत्यार्थ प्रकाश के ഖണ്ഡൻ മണ്ഡൻ വാലെ അധ്യായ പൂരി तरह समझ तो नहीं पाता था. അപ്പോൾ എന്തൊക്കെയാണ്? ഉപനിഷത്തുകളും ഉപനിഷത്തിൻ്റെ ഹിന്ദിയിൽ ഉള്ള ട്രാൻസ്ലേഷൻ, ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കാണ് എന്താണ്? സത്യാർത്ഥ പ്രകാശ്. അപ്പോൾ അതൊക്കെ വായിക്കാൻ ട്രൈ ചെയ്യുമായിരുന്നു. പിന്നെ സത്യാർത്ഥ പ്രകാശ് കെ ഖണ്ഡൻ മണ്ഡൻ വാലെ അധ്യായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള, ഖണ്ഡൻ മണ്ഡൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും, അങ്ങനെയുള്ള അധ്യായങ്ങൾ പൂരി തര സമജ്തു നെഹി പാത്താത്ത, മുഴുവനായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. പർ പഠനമേ മസ ആത്താത്ത, പക്ഷേ വായിക്കാൻ നല്ല രസമായിരുന്നു. മേരി പ്രിയ പുസ്തക് തീ സ്വാമി ദയാനന്ദ് കി ഏക് ജീവനി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമായിരുന്നു സ്വാമി ദയാനന്ദിൻ്റെ ഏക് ജീവനി. റോചക് ശൈലി മേ ലിഖി ഹുയി അനേക് ചിത്രോ സെ സുസജ്ജിത്. അതെങ്ങനെയായിരുന്നു ആ ബുക്ക്? रोचक शैली में, വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട്, മനോരഞ്ജക് താഴെ മീനിങ് കൊടുത്തിട്ടുണ്ട്, പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള ശൈലിയിൽ എഴുതിയതും, അനേക ചിത്രോസെ സുസജ്ജിത്, ഒരുപാട് ചിത്രങ്ങൾ ഉള്ളതും. ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായി മനസ്സിലാവും അല്ലേ, കുട്ടികൾക്ക് അതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ബുക്കായിരുന്നു സ്വാമി ദയാനന്ദജിയുടെ. ഇവിടെ ജീവനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോഗ്രഫി എന്നർത്ഥം. ബയോഗ്രഫി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വേറെ ആരെങ്കിലും എഴുതുന്നതിനെയാണ് ബയോഗ്രഫി എന്ന് പറയുക. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാലോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ തന്നെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ജീവനി വേറെ ആരോ ഇദ്ദേഹത്തിൻ്റെ, സ്വാമി ദയാനന്ദ്ജിയെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ വേ തത്കാലീന പാഖണ്ഡോं के विरुद्ध അധമ്യ സാഹസ വേ എന്ന് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സ്വാമി ദയാനന്ദിനെ. അപ്പോൾ ഈ സ്വാമി ദയാനന്ദ്ജി
തത്കാലീന പാഖണ്ഡ്. പാഖണ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോ കാണിച്ച് നടക്കുന്ന ആൾക്കാർ, പറഞ്ഞാൽ വലിയ ധാർമ്മികമായിട്ടും അങ്ങനെ ഇങ്ങനെയൊന്നും ഫോളോ ചെയ്യാതെ ഒരു നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ് പാഖണ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തത്കാലികമായിട്ടുള്ള അങ്ങനത്തുള്ള പാഖണ്ഡായിട്ടുള്ള അങ്ങനെ ഷോ കാണിക്കുന്ന ആൾക്കാരുടെ വിരുദ്ധമായിട്ട്, എഗെയിൻസ്റ്റ് ആയിട്ട്, ഖിലാഫ് എന്നും പറയാം ഹിന്ദിയിൽ, എഗെയിൻസ്റ്റ് ആയിട്ട് അദമ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിസെ ദബായ ന ജാ സക്കെ മീനിങ് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ നമ്മൾ അടിച്ചമർത്താൻ പറ്റാത്ത, അതിൻ്റെ അർത്ഥം എന്താണ്? പവർഫുൾ ആയിട്ടുള്ള, നല്ല പവർഫുൾ ആയിട്ടുള്ള, ശക്തമായിട്ടുള്ള ധൈര്യത്തോടുകൂടി ദിഖാനെ വാലെ അദ്ഭുത വ്യക്തിത്വേ, അങ്ങനെയുള്ള ധൈര്യം, അങ്ങനെയുള്ള ഷോ കാണിക്കുന്ന ആൾക്കാരുടെ എതിരെ നല്ല ശക്തമായി പിന്നെ എന്താണ് ധൈര്യം കാണിച്ച് പ്രവർത്തിക്കുന്ന ഒരു അദ്ഭുത വ്യക്തിത്വം ആയിരുന്നു. कितनी ही रोमांचक घटनाएं थी उनके जीवन की जो मुझे बहुत प्रभावित करती थी. എത്രയോ രോമാഞ്ചകമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഘട്നായി എന്ന് വെച്ച സംഭവങ്ങൾ ഉൻകെ ജീവൻ കി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ, ആരുടെ? സ്വാമി ദയാനന്ദ്ജിയുടെ ജീവിതത്തിൻ്റെ. ജോ മുझे बहुत प्रभावित करती थी, അതെനിക്ക് വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്, അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. चूहे को भगवान का भोग खाते देखकर मान लेना कि प्रतिमाएं भगवाൻ नहीं होती. അദ്ദേഹം എഴുതിയതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ. ചൂഹേക്കോ ഭഗവാൻ കാ ഭോഗ് ഖാത്തെ ദേക്കർ. ഭോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന് പൂജിക്കാൻ വേണ്ടി എന്തെങ്കിലും വെക്കില്ലേ, നിവേദ്യം എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ അതിനെയാണ് ഭോഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എലി വന്ന് ഭഗവാന് നിവേദ്യത്തിന് വേണ്ടിയിട്ട് പൂജിക്കാൻ വെച്ച എന്തെങ്കിലും കഴിച്ചതിനെ കണ്ടിട്ട് മാൻ ലേന, നമ്മൾ എന്താ വിശ്വസിക്കുക? പ്രതിമയെ ഭഗവാൻ നെഹി ഹോത്തി, ഈ പ്രതിമകൾ പറഞ്ഞാൽ ആ പ്രതിമകളുടെ മുമ്പത്ത് വെച്ചിട്ടുണ്ട്, എലി വന്ന് കഴിച്ചിട്ട് പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആർക്കും. അപ്പോൾ ആ പ്രതിമകൾ ഭഗവാനല്ല എന്ന് പറയുന്നത്. घर छोड़कर भाग जाना, പിന്നെ വീട് വിട്ട് ഓടിപ്പോവുക. തമാം തീർത്ഥവും ജംഗലവും ഗുഫാവോ ഹിമശിഖരവും पर സാധുവോं के बीच घूमना, പിന്നെ എവിടെയൊക്കെയാണ് കറങ്ങി നടക്കുന്നത്? തമാം തീർത്ഥവും, തമാം എന്ന് പറഞ്ഞാൽ എല്ലാം, തീർത്ഥസ്ഥലങ്ങൾ, കാടുകൾ, ജംഗൽ കാടുകൾ, ഗുഫാവും ഗുഹകൾ, കേവ്സ്, ഹിമശിഖരം തന്നെയാണ് പറഞ്ഞ മഞ്ഞ് കൊണ്ട് നിറഞ്ഞ പിന്നെ പഹാടി ഏരിയകൾ, മൗണ്ടൻ ഏരിയകൾ, അവിടെയൊക്കെ സാധുവോं के बीच, സന്യാസികളുടെ ഇടയിൽ കറങ്ങി നടക്കുക. ഘൂംന और ഹർ ജഗ ഇസ്കി തലാഷ് കർണ ഹെ കി ഭഗവാൻ ക്യാ ഹെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഇവിടെ എല്ലാം കറങ്ങി നടക്കുന്നതിൻ്റെ ഭഗവാൻ എന്താണ് എന്ന് അറിയാനാണ്. സത്യ ക്യാ ഹെ, സത്യം എന്താണ് എന്ന് അന്വേഷിക്കാൻ. ജോ ബി സമാജ് വിരോധി മനുഷ്യ വിരോധി മൂല്യ ഹെ, അതുകൂടാതെ സമാജ് വിരോധി, സമാജത്തിന് വിരോധമായിട്ടുള്ള ആൾക്കാർ, അതിൻ്റെ അർത്ഥം സമാജത്തിന് ദോഷം ചെയ്യുന്ന ആൾക്കാർ. പിന്നെ മനുഷ്യവിരോധി, അതേപോലെ തന്നെ മനുഷ്യർക്ക് ദോഷം ചെയ്യുന്ന ആൾക്കാർ. റൂഢിയ എന്ന് വെച്ചാൽ പ്രഥ എന്ന് താഴെ കൊടുത്തിട്ടുണ്ട് മീനിങ്. അതിൻ്റെ അർത്ഥം പരമ്പരാഗതമായിട്ട് കസ്റ്റംസ്, ട്രഡീഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് റൂഢിയ. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ചെയ്യുന്നത് നല്ല തന്നെയാണ്, ട്രഡീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നത്, പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തത്, മനുഷ്യർക്ക് ഗുണം ചെയ്യാതെ നേരെ തിരിച്ച് ദോഷം ചെയ്യുന്നതുണ്ട്. അപ്പം അതാണ് ഇവിടെ സ്വാമി ദയാനന്ദ്ജി ഉദ്ദേശിക്കുന്നത്. ഉൻകാ ഖണ്ഡൻ കർണ, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുക അഥവാ അതിനെയൊക്കെ ഇല്ലാതാക്കുക. ഖണ്ഡൻ കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാതാക്കുക അഥവാ ബ്രേക്ക് ചെയ്യുക. പിന്നെ അന്ത്മേ അറ്റ് ലാസ്റ്റ് അപ്പനെ സെ ഹാരേക്കോ ക്ഷമാക്കർ ഉസേ സഹാര ദേന, അദ്ദേഹത്തിന് മുന്നിൽ തോറ്റ ആൾക്കാർക്കെല്ലാവർക്കും പറഞ്ഞാൽ അവർക്കെല്ലാവരെയും ക്ഷമിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. സഹാരാദേന, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, അവരെ സഹായിക്കുക. യഹ് സബ് മേരെ ബാൽ മൻ കോ ബഹുത് രോമാഞ്ചിത് കർത്താ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞതെല്ലാം എന്താണ്? സ്വാമി ദയാനന്ദ്ജി എഴുതിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ലേഖകന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബാൽ മൻകോ പറഞ്ഞാൽ കൊച്ചു മനസ്സിന്, ആ കുഞ്ഞുങ്ങളുടെ മനസ്സിന് വളരെയധികം രോമാഞ്ചിത് കർത്താ, പുളകിത് മീനിങ് കൊടുത്തിട്ടുണ്ട്. പുളകിതമായി പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു അതൊക്കെ. ജബ് ഇസ് സബ്സെ തക് ജാത്ത, അപ്പോൾ ഇതൊക്കെ വായിച്ച് കുറച്ച് ക്ഷീണിക്കുന്ന സമയത്ത് ഫിർ ബാൽസക और ചംചം की पहले पढ़ी हुई कथाएं दोबारा पढ़ता. ബാലസഖ ചംചം എന്ന് പറഞ്ഞ ബുക്കിൻ്റെ, കുട്ടികൾക്കുള്ള ആ ബുക്കിലത്തെ ആദ്യം പഠിച്ച കഥകളൊക്കെ തന്നെ പിന്നെയും വായിക്കും. മാ സ്കൂളിൽ പഠായി പർ ജോർ ദേത്തി, അമ്മ സ്കൂളിൻ്റെ ബുക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫോഴ്സ് ചെയ്യും. ചിന്തിത് രഹത്തി കി ലഡ്ക കക്ഷാ കി കിതാബേ നഹീ പഠത്ത, അമ്മയ്ക്ക് എന്താണ് ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുക്കൻ
സ്കൂളിലത്തെ ബുക്സ് ഒന്നും പഠിക്കുന്നില്ല. പാസ് കേസെ ഹോഗ, അങ്ങനെ ആവുമ്പോൾ എങ്ങനെ പാസ്സാകും. കഹി ഖുദ് സാധു ബൻകർ ഘർ സെ ഭാഗ് ഗയെ തോ, എങ്ങാനും ഇവൻ ഇതൊക്കെ വായിച്ചിട്ട് സന്യാസിയായി വീട്ടിൽ നിന്ന് ഓടിപ്പോയാലോ, പറഞ്ഞാൽ അത് സന്യാസിയുടെ ബുക്കല്ലേ വായിക്കണത് എന്നൊക്കെ അമ്മയ്ക്ക് തോന്നുമായിരുന്നു. പിതാ കഹത്തെ ജീവൻ മേ യഹി പടായി കാമായികി പഠനേതോ. അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു, ഈ ബുക്കുകളൊക്കെ വായിക്കുന്നില്ലേ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ പണിക്ക് വരുന്നത്, ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നത് ഇതൊക്കെ തന്നെയാണ്, പഠനേതോ പഠിക്കട്ടെ അവന് അച്ഛൻ പറയുമായിരുന്നു. മേ സ്കൂൾ നെഹി ബേജാ ഗയാ ഥാ, എന്നെ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ല. ഷുരു കി പടായി കെ ലിയെ ഘർ പർ മാസ്റ്റർ രഖേ ഗയേ തെ, ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ മാസ്റ്റർ വരുമായിരുന്നു, മാസ്റ്ററിനെ വെച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു. പിതാ നെഹി ചാഹത്തെ थे कि ना समझ उम्र में मैं गलत संगति में पढ़कर गाली गलौज सीखूं, बुरा संस्कार ग्रहण करूं. അച്ഛന് പറഞ്ഞ പിത നെഹി ചാത്തേത്തെ, അച്ഛന് പിന്നെ ഇഷ്ടമല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നാ സമജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആ വയസ്സിൽ മേ ഗലത് സംഗതി മേ പഠിക്കർ, തെറ്റായിട്ടുള്ള ഗ്രൂപ്പിൽ പോയി, ഗാലി ഗലോജ്, ഗാലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറി, അപ്പോൾ തെറികളും വേണ്ടാത്ത വാക്കുകളും വേണ്ടാത്തതൊന്നും പഠിക്കാൻ അപ്പോൾ സാധ്യതയില്ലല്ലോ, അതിന് വേണ്ടിയിട്ട്. ബുരേ സംസ്കാര, ആവശ്യമില്ലാത്ത പറഞ്ഞ തെറ്റായ സംസ്കാരമെല്ലാം പഠിക്കാനും അങ്ങനെയൊന്നും പറഞ്ഞ അച്ഛൻ ആഗ്രഹിച്ചിരുന്നില്ല, അങ്ങനെയൊന്നും സംഭവിക്കണം. അതുകൊണ്ട് പറഞ്ഞ വീട്ടിൽ മാസ്റ്റർ വരുമായിരുന്നു. മേരാ നാം ലിഖായ ഗയാ താ, അത്തഹ മേരാ നാം ലിഖായ ഗയാ താ ജബ് മേ കക്ഷ 2 തക്ക് की പടായി ഘർ പർ കർ ചുക്കാ താ. പിന്നെ 2ാം ക്ലാസ് വരെ വീട്ടിൽ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് എന്നെ സ്കൂളിൽ ചേർത്തിയത്. പറഞ്ഞ മേരാ നാം ലിഖായ ഗയാ പറഞ്ഞാൽ സ്കൂളിൽ പേര് എഴുതിപ്പിച്ചത്, അതിൻ്റെ അർത്ഥം സ്കൂളിൽ അഡ്മിഷൻ എടുത്തത്. തീസറേ ദർജെ മേ ഭർത്തി ഹുവ, 3ാമത്തെ ക്ലാസ്സിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. ഭർത്തി ഹോനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റിനും പറയും ഭർത്തി. ഉസ് ദിൻ ഷാം കോ പിത ഉംഗ്ലി പക്കടക്കർ മുझे घुमाने ले गए, ആ ദിവസം വൈകുന്നേരം അച്ഛൻ എന്നെ കൈ പിടിച്ച് അഥവാ വിരൽ പിടിച്ച് എന്നെ കറങ്ങാൻ വേണ്ടി കൊണ്ടുപോയി. ലോക്നാഥ് കി ഏക്ക് ദുക്കാൻ താജ അനാർ കാ ഷർബത്ത് മിട്ടി കെ കുൽഹड़ में പിലായ, പിന്നെ ലോക്നാഥിൻ്റെ ഒരു കട, അതിൽ താജ അനാർ ഫ്രഷ് ആയിട്ടുള്ള പോമോഗ്രാനേറ്റ്, അതിൻ്റെ ഷർബത്ത് മിട്ടി കെ കുൽഹड़ में പറഞ്ഞാൽ മണ്ണിൻ്റെ പാത്രത്തിൽ അഥവാ മണ്ണിൻ്റെ ഗ്ലാസ്സോ ഒക്കെ പോലെ അതിൽ പിലായ, അതിലാണ് എനിക്ക് കുടിക്കാൻ തന്നത്. और सिर पर हाथ रखकर बोले, എന്നിട്ട് എൻ്റെ തലയിൽ കൈ വെച്ച് പറഞ്ഞു. ആര്? അച്ഛൻ പറഞ്ഞു. വായ്ദ കരോ കി പാഠ്യക്രം കി കിതാബേ ബി ഇത്തനെ ഹി ധ്യാൻ സെ പഠോगे, എനിക്ക് പ്രോമിസ് ചെയ്യേ, എൻ്റെ അടുത്ത് സത്യം ചെയ്യേ, പാഠ്യക്രം കി കിതാബേ പഠിക്കേണ്ട ബുക്കുകൾ, അതിൻ്റെ അർത്ഥം വേറെ പുസ്തകങ്ങളല്ലാണ്ട് സ്കൂളിലത്തെ പുസ്തകങ്ങളും ഇത്തനെ ഹി ധ്യാൻ സെ പഠോगे, അത്രയും ശ്രദ്ധിച്ച് തന്നെ പഠിക്കും. മാക്കി ചിന്ത മിട്ടാവുകെ, അമ്മയുടെ ചിന്ത, അമ്മയുടെ ടെൻഷൻ എല്ലാം മാറ്റി കിട്ടും എന്ന് എനിക്ക് പ്രോമിസ് ചെയ്യുമെന്ന് പറഞ്ഞു അച്ഛൻ. കാരണം സ്കൂളിൽ ചേർത്തി ഫസ്റ്റ് ഡേ ആയിരുന്നു, അപ്പോൾ അച്ഛൻ ഉപദേശം കൊടുക്കുകയാണ്. ഉൻക ആശീർവാദ് ഥാ യ മേരാ ജി തോട് പരിശ്രം കി തീസരെ ചൗത്തെ മേ മേരെ അച്ഛേ നമ്പർ ആയേ, അദ്ദേഹത്തിൻ്റെ ആശീർവാദമാണോ അതോ എൻ്റെ പരിശ്രമമാണോ എന്നറിയില്ല, 3ാമത്തെ ക്ലാസ്സിലും 3rd സ്റ്റാൻഡേർഡിലും 4th സ്റ്റാൻഡേർഡിലും ഒക്കെ എനിക്ക് അച്ഛേ നമ്പർ ആയി, നല്ല മാർക്ക് കിട്ടി. നമ്പർ എന്ന് വെച്ചാൽ മാർക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓർ 5വേं में तो मैं ഫസ്റ്റ് ആയ, 5ാം ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് വന്നു. മാനെ ആസു ഭർക്കർ ഗലെ ലഗാലിയ, അമ്മ കണ്ണിൽ കണ്ണുനീര് പിന്നെ നിറച്ചുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഗലെ ലഗാന ഹഗിയ. പിതാ മുസ്കുരാത്തെ രഹെ, അച്ഛൻ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. കുച്ച് ബോലെ നഹി, ഒന്നും പറഞ്ഞില്ല. ചൂക്കി അംഗ്രേസി മേ മേരെ നമ്പർ സബ്സെ ജ്യാദാ ഥാ, ഇംഗ്ലീഷിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് ഉണ്ടായിരുന്നത് കൊണ്ട് അത്തഹ സ്കൂൾ സെ ഇനാം മേ 2 അംഗ്രേസി കിതാബേ മിലി തി, സ്കൂളിൽ നിന്ന് ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ പ്രൈസായിട്ട് എനിക്ക് 2 ഇംഗ്ലീഷിൻ്റെ ബുക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. एक में 2 छोटे बच्चे घोंसले की खोज में बागों और कुंजों में भटकते हैं. ഒന്നിൽ എന്താണ് 2 छोटे बच्चे, 2 ചെറിയ കുട്ടികൾ, ഘോംസ്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷിക്കൂട്, അതിൻ്റെ ഖോജ് മേ അതിനെ തെരഞ്ഞുകൊണ്ട്, ഖോജ് സെർച്ച്, തെരഞ്ഞുകൊണ്ട്, ഭാഗോ ഓർ കുഞ്ചോമേ, ഭാഗം എന്ന് വെച്ചാൽ പൂന്തോള്, കുഞ്ചോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെടികളും വള്ളികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, അവിടെ എല്ലാം ഭട്ടക്തേ കറങ്ങി നടക്കുന്നു. और इस बहाने पक्षियों की जातियों, उनकी बोलियों, उनकी आदतों की जानकारी उन्हें मिलती है. ആ കാരണങ്ങൾ കൊണ്ട്, കാരണം ഈ കുട്ടികൾ പൂന്തോട്ടങ്ങളിലും മറ്റ് ചെടികളുള്ള സ്ഥലത്ത് കറങ്ങി നടക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള പക്ഷികളുടെ ജാതികൾ, പലതരത്തിലുള്ള പക്ഷികൾ, ഉൻകി ബോലിയ അതിൻ്റെ ശബ്ദങ്ങൾ, ഉൻകി ആദത്തെ അതിൻ്റെ സ്വഭാവങ്ങൾ, പക്ഷികളുടെ ആദത്തോക്കി ജാൻകാരിയ ഇങ്ങനത്തുള്ള ഇൻഫർമേഷനൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു നോളജ് അല്ലേ, ഉനെ മിൽത്തി ഹെ അവർക്ക് കിട്ടുന്നു. ദൂസരി കിതാബ് തീ, അപ്പോൾ ആദ്യത്തെ പുസ്തകം
പുസ്തകത്തിൽ അതാണ്. ദൂസരി കിതാബ് തീ രണ്ടാമത്തെ പുസ്തകമായിരുന്നു ട്രസ്റ്റി ദ റഗ് ജിസ്മേ പാനി കെ ജഹാസോं की കഥായേ തീ. അതിലെന്തായിരുന്നു? വെള്ളത്തിൻ്റെയും പിന്നെ കപ്പലുകളുടെയും കഥകളായിരുന്നു. കിത്തനെ പ്രകാർ കെ ഹോത്തെ ഹെ, അത് എത്ര തരത്തിലുണ്ട്. കോൺ കോൺ സാ മാൽ ലാദ് കർ ലാത്തെ ഹെ, എന്തെന്തൊക്കെ മാൽ സാധനങ്ങളാണ് അതിൽ കൊണ്ടുവരിക. കഹാ സെ ലാത്തെ ഹെ, എവിടെ നിന്നാണ് കൊണ്ടുവരിക. കഹാ ലേ ജാത്തെ ഹെ, എവിടേക്കാണ് കൊണ്ടുപോവുക. നാവികോങ്കി ജിന്ദഗി കേസെ ഹോത്തി ഹെ, നാവികരുടെ ലൈഫ് എങ്ങനെയുണ്ടാവും. നാവികരെന്ന് വെച്ചാൽ സെയിലേഴ്സ്, കപ്പലിൽ എന്നും പണി ചെയ്യുന്നവർ, കപ്പലിൽ യാത്ര ചെയ്യുന്നവർ അല്ലേ. അപ്പോൾ അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും? കാരണം എന്താണ്, അവരെന്നും കപ്പലിലായിരിക്കും, വെള്ളം മാത്രമായിരിക്കും കാണുക അല്ലെ ചുറ്റോട് ചുറ്റും. കേസെ കേസെ ദ്വീപ് മിൽത്തെ ഹെ, എങ്ങനെയുള്ള ദ്വീപുകളാണ് കാണപ്പെടുക. ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐലാൻഡ്, വെള്ളത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ലാൻഡ്. വഹ ഭൂഭാഗ് ജിസ്കെ ചാറോ ഓർ പാനി ഹോ, പറഞ്ഞാൽ 4 വശത്തും പറഞ്ഞ ചുറ്റോട് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ലാൻഡുകൾ, അതാണ് ദ്വീപ്. കഹാ വേൽ ഹോത്തി ഹെ, കഹാ ഷാർക്ക് ഹോത്തി ഹെ. വേല് ഷാർക്കൊക്കെ ഫിഷാണ് പറയുന്നത്, മീനുകൾ, അതൊക്കെ എവിടെ എവിടെയാണ് ഉണ്ടാവുക. ഇൻ ദോ കിതാബോനെ എക് നയി ദുനിയ കാ ദ്വാർ മേരെ ലിയെ ഖോൽ ദിയ, ഈ 2 ബുക്സും ഒരു പുതിയ ലോകത്തിൻ്റെ കവാടം എനിക്ക് വേണ്ടി തുറന്നു തന്നു. ദ്വാർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാതിൽ തുറന്നു തന്നു. പക്ഷിയോं से भरा ആകാശ്, പക്ഷികൾ നിറഞ്ഞ ആകാശം. और रहस्यों से भरा समुद्र, രഹസ്യങ്ങൾ നിറഞ്ഞ സമുദ്രം. പിതാനെ അൽമാരി के एक खाने से अपनी चीज़ें हटाकर जगह बनाई, അച്ഛൻ അലമാരിയിലെ ഒരു സ്റ്റെപ്പിൽ, ഖാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കബേർഡ്സിൻ്റെ സ്റ്റെപ്പുകൾ ഉണ്ടാവില്ല അങ്ങനെ, അല്ലെങ്കിൽ ഒരു പാർട്ട്, അതിൻ്റെ അവരുടെ സാധനങ്ങൾ, അച്ഛൻ്റെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ജഗ ബനായി, കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട്. और मेरे दोनों किताबें उस खाने में रखकर कहा, എൻ്റെ ഈ 2 ബുക്സും ആ പാർട്ടിൽ, ആ കബേർഡിൽ അവിടെ വെച്ചിട്ട് അച്ഛൻ പറഞ്ഞു. ആജ് സെ യഹ് ഖാന തുമാരി അപ്നി കിതാബോं का, ഇന്ന് തൊട്ടിട്ട് ഈ സ്ഥലം നിനക്ക് നിൻ്റെ ബുക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. യഹ് തുമാരി അപ്നി ലൈബ്രറി ഹെ, ഇത് നിനക്ക് നിൻ്റെ ലൈബ്രറിയാണ്. യഹാ സെ ആരംഭ ഹുയി ഉസ് ബച്ചേക്ക് ലൈബ്രറി, ഇവിടുന്ന് തുടങ്ങി ആ കുട്ടിയുടെ ലൈബ്രറി, ആ കുട്ടിയുടെ ലൈബ്രറിയുടെ കഥ. ബച്ച കിഷോർ ഹുവ, കുട്ടി കിഷോരാവസ്ഥയിലേക്കായി. സ്കൂൾ സെ കോളേജ്, കോളേജ് സെ യൂണിവേഴ്സിറ്റി ഗയ, സ്കൂളിൽ നിന്ന് കോളേജ്, പിന്നെ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ഡോക്ടറേറ്റ് ഹാസിൽ കി, ഡോക്ടറേറ്റ് കിട്ടി, ഡോക്ടറേറ്റ് ബിരുദം കിട്ടി. യൂണിവേഴ്സിറ്റി മേ അധ്യാപൻ കിയ, യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് പഠിപ്പിച്ചു. അധ്യാപൻ ചോടുക്കർ ഇലഹാബാദ് സെ ബംബൈ ആയ, പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്ന ടീച്ചിങ് ഫീൽഡൊക്കെ വിട്ടിട്ട് ഇലഹാബാദിൽ നിന്ന് ബോംബെയിലേക്ക് വന്നു. പിന്നെ സമ്പാദൻ കിയ, എഡിറ്റിംഗ് ചെയ്തു. സമ്പാദൻ എന്ന് വെച്ചാൽ എഡിറ്റിംഗ്, എഡിറ്റർ, ആ പണി ചെയ്തു. ഉസി അനുപാത് മേ അപ്നി ലൈബ്രറി കാ വിസ്താർ കർത്താ ഗയ, അതേ അളവിൽ തന്നെ ഈ ജോലികളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതേ അളവിൽ, അനുപാത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ തൻ്റെ ലൈബ്രറിയും വിസ്താരം പ്രാപിച്ചു. പറഞ്ഞ ലൈബ്രറിയും വലുതാക്കി കൊണ്ടുവന്നു. ഇപ്പം നമുക്ക് റിസർച്ച് വർക്ക് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുക്സുകൾ വായിക്കേണ്ടി വരും അല്ലേ, ഒരുപാട് ബുക്സിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ടീച്ചിങ് ഫീൽഡ് എന്ന് പറഞ്ഞാലും പല ബുക്സുകളും ആവശ്യമാണ്. അപ്പോൾ ആദ്യമേ തന്നെ വായിക്കാനുള്ള ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ അതുകൂടാതെ ജോലിയും ഇതുപോലൊക്കെ ആവുന്ന സമയത്ത് എന്താണ്, ബുക്സ് ഇനിയും കളക്ഷൻ കൂടി വന്നു. पर आप पूछ सकते हैं कि किताबें पढ़ने का शौक़ तो ठीक, എന്നാൽ നിങ്ങൾ ചോദിക്കാൻ പറ്റും, ബുക്സ് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ശരി, നല്ലതാണ്. കിതാബെ ഇക്കട്ടി കർണേക്ക് സനക് ക്യൂ സവാർ ഹുയി, ബുക്സ് കളക്ട് ചെയ്യാനുള്ള ഈ ഭ്രാന്തതരം എങ്ങനെയാണ് വന്നത് എന്ന്. സനക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാഗൽപ്പൻ എന്ന് പറയാം. അതിൻ്റെ അർത്ഥം ശരിക്കുള്ള ഭ്രാന്തല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് വന്ന് ഭയങ്കര മൂത്തു പോവില്ലേ, അത് തലയ്ക്ക് പിടിക്കില്ലേ, അതിനെയാണ് പാഗൽപ്പൻ. അതാണ് ഇവിടെ സനക് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ബുക്സ് വായിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ്, അതിനുവേണ്ടി എന്തും ചെയ്യും, എവിടെയും ഇരുന്ന് വായിക്കും, അങ്ങനൊരവസ്ഥ. ഉസ്കാ കാരൺ ഭി ബച്പൻ കാ എക് അനുഭവ് ഹെ, അതിൻ്റെ കാരണവും കുട്ടിക്കാലത്തുള്ള ഒരു അനുഭവമാണ്. ഇലഹാബാദ് ഭാരത് കെ പ്രഖ്യാത ശിക്ഷാ കേന്ദ്രമേ ഏക് രഹാ ഹെ, ഇലഹാബാദ് ഭാരതത്തിലെ പ്രഖ്യാത് എന്ന് വെച്ചാൽ വിഖ്യാത്, പ്രഖ്യാത് അഥവാ ഫേമസ്, പ്രസിദ്ധ, എല്ലാം ഒരേ വേർഡ്സാണ്. അങ്ങനെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇലഹാബാദ്. ഈസ്റ്റ് ഇന്ത്യ ദ്വാര സ്ഥാപിത് പബ്ലിക് ലൈബ്രറി സെ ലേക്കർ മഹാമന മദൻ മോഹൻ മാളവീയ ദ്വാര സ്ഥാപിത ഭാരതി ഭവൻ തക്ക്. ഇനി ഇലഹാബാദിനെ കുറിച്ച് പറയുകയാണ്. അവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിട്ടുള്ള പബ്ലിക് ലൈബ്രറി തുടങ്ങി
മഹാമന മദൻ മോഹൻ മാളവീയ സ്ഥാപിച്ച ഭാരതി ഭവൻ എന്ന ലൈബ്രറി വരെ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. വിശ്വവിദ്യാലയ की ലൈബ്രറി തഥാ അനേക കോളേജോं की ലൈബ്രറിയാ तो है ही. യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയും പിന്നെ വേറെ പറഞ്ഞ വിവിധ കോളേജുകളുടെ ലൈബ്രറിയും ഓൾറെഡി അവിടെ ഉണ്ട്. ലഗ്ഭഗ് ഹർ മൊഹല്ലെ മേ ഏക് അലഗ് ലൈബ്രറി. പിന്നെ അതുകൂടാതെ ഏകദേശം ഓരോരോ കോളനിയിലും വേറെ ലൈബ്രറി. അങ്ങനെയൊക്കെയാണ് അവിടെ അലഹാബാദിൽ ആ ഏരിയയെ പറ്റി പറയുന്നത്. വഹാ ഹൈക്കോർട്ട് അവിടെ ഹൈക്കോർട്ട് ഉണ്ട്. അതഹ വക്കീലോं की നിജി ലൈബ്രറിയ. അപ്പോൾ എന്താണ്, ഓരോ വക്കീലന്മാരുടെ അവരുടെ പേഴ്സണൽ ലൈബ്രറികളുണ്ട്. അധ്യാപകോं की നിജി ലൈബ്രറിയ. ടീച്ചേഴ്സിൻ്റെ പേഴ്സണൽ ലൈബ്രറി ഉണ്ട്. अपनी लाइब्रेरी वैसे कभी होगी यह तो സ്വപ്ന में भी नहीं सोच सकता था. അതുപോലെ ഞങ്ങളുടെയും എന്തെങ്കിലും ഒരു ലൈബ്രറി ഉണ്ടാവുന്ന സ്വപ്നത്തിൽ കൂടി വിചാരിക്കാൻ കഴിയുമായിരുന്നില്ല. पर अपने मोहल्ले में भी एक लाइब्रेरी थी ഹരിഭവൻ. എന്നാൽ ഞങ്ങളുടെ കോളനിയിലും ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഹരിഭവൻ. സ്കൂൾ से छुट्टी मिली कि मैं उसमें जाकर जम जाता था. സ്കൂളിൽ നിന്ന് വന്നതും ഞാൻ ആ ലൈബ്രറിയിൽ പോയി അവിടെ ഇരിക്കുമായിരുന്നു. ജംജാന എന്ന് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു, കുറേ നേരം ഇരിക്കുക, അതിനാണ് പറയുന്നത്. പിതാ ദിവംഗത് ഹോ ചുക്കേത്ത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞിരുന്നു. ദിവംഗത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗീയ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിരുന്നു. ലൈബ്രറി കാ ചന്ത ചുക്കാനെ കാ പൈസ നഹീ താ. അപ്പം ലൈബ്രറിയിൽ കൊടുക്കാനുള്ള പൈസയൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. കാരണം വീട്ടിലേക്ക് എടുത്തിട്ട് വരാനൊക്കെ കൂടുതൽ പൈസയാവും, എന്നിട്ട് വായിച്ചിട്ട് പിന്നെ കൊണ്ടു കൊടുക്കുക അതൊക്കെ. അത് വഹി ബെഡ്കർ കിതാബെ നിക്കൽവാക്കർ പടുത്താ രത്താത്ത. അതുകൊണ്ട് എന്താണ്, അവിടെ തന്നെ ഇരുന്ന് ബുക്സ് എടുത്ത് അവിടെ തന്നെ വായിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. ഉൻ ദിനോ ഹിന്ദി മേ വിശ്വ സാഹിത്യ വിശേഷക്കാർ ഉപന്യാസോं के खूब अनुवाद हो रहे थे. ആ ദിവസങ്ങളിൽ ഹിന്ദിയിൽ വിശ്വ സാഹിത്യ വിശേഷക്കർ ഉപന്യാസോं के വിശ്വ സാഹിത്യത്തിൻ്റെ സ്പെഷ്യഷ്കർ എന്ന് വെച്ചാൽ സ്പെഷ്യലി ഉപന്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോവൽ, അതിൻ്റെയൊക്കെ അനുവാദ ട്രാൻസ്ലേഷൻ നടക്കുകയായിരുന്നു. മുझे ഉൻ അനുദിത് ഉപന്യാസോं को पढ़कर बड़ा सुख मिलता था. അങ്ങനെയുള്ള ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ഉപന്യാസങ്ങൾ, അനൂദിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റഡ്, അങ്ങനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത നോവൽസൊക്കെ പഠിച്ചിട്ട് എനിക്ക് വളരെ സുഖം കിട്ടുമായിരുന്നു. അപ്നെ ചോട്ടെ സെ ഹരിഭവൻ മേ ഖൂബ് ഉപന്യാസത്തെ. ഞങ്ങളുടെ ചെറിയ ആ ഹരിഭവനിലും ഒരുപാട് ഉപന്യാസങ്ങൾ ഉണ്ടായിരുന്നു. വഹി പരിചയ ഹുआ ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ की ദുർഗശനന്ദിനി, കൃപാൽ കുണ്ടൽ और ആനന്ദ് മഠ് സെ ടോൾസ്റ്റോയ് की. അവിടെ തന്നെയാണ് ഞാൻ കണ്ടത് ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായയുടെ ദുർഗശനന്ദിനി, പിന്നെ കൃപാൽ കുണ്ടല और ആനന്ദ് മഠ് ഈ ബുക്കുകൾ തുടങ്ങി. टॉल्स्टॉय की अन्ना കരേനിന. ടോൾസ്റ്റോയിൻ്റെ അന്ന കരേനിന എന്ന ബുക്ക്. വിക്ടർ ഹ്യൂഗോ का പാരീസ് का കൂബട. വിക്ടർ ഹ്യൂഗോൻ്റെ പാരീസ് का ക്യൂബട എന്ന ബുക്ക്. ഹച്ച് ബാങ്ക് ഓഫ് നോസ്ട്രഡാം. ഗോർക്കി की മദർ, ഗോർക്കിയുടെ മദർ എന്ന ബുക്ക്. അലക്സാണ്ടർ കുപ്രിൻ का ഗാഡിവാലോं का കട്ര. അലക്സാണ്ടർ കുപ്രിൻ്റെ ഗാഡിവാലോं का കട്ര എന്ന ബുക്ക്. യാമാ ദ പിറ്റ് और सबसे മനോരഞ്ജക് സർവാരീസ് का വിചിത്ര വീർ. സർവാരീസിൻ്റെ വിചിത്ര വീർ എന്ന ബുക്ക്. യാനി ഡോൺ ക്വിക്സോട്ട്. ഈ ബുക്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. हिंदी के ही माध्यम से सारी दुनिया के कथापात्रों से मुलाकात करना कितना आकर्षक था. ഹിന്ദിയുടെ മാധ്യമത്തിൽ കൂടി, അതിൻ്റെ അർത്ഥം ഹിന്ദിയിൻ്റെ ത്രൂ എല്ലാ ലോകത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും കണ്ടുമുട്ടുക, അറിയുക എന്നത് എത്ര അട്രാക്റ്റീവ് ആയിരുന്നു. അതിൻ്റെ അർത്ഥം ഇതെല്ലാം ഏകദേശവും ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്സൊക്കെയാണ് അവിടെ ഉള്ളതും വായിച്ചിരിക്കുന്നതും എന്നർത്ഥം. लाइब्रेरी खुलते ही पहुंच जाता और जब शुक्ल की लाइब्रेरियन कहते हैं कि बच्चा अब उठो പുസ്തകാലയ ബന്ദ് കർണ ഹെ. ലൈബ്രറി തുറന്നതും ഞാൻ അവിടെ എത്തുമായിരുന്നു. പിന്നെ ശുക്ലജിക്ക് ലൈബ്രറിയൻ കഹത്തെ. ശുക്ലജി അവിടുത്തെ ലൈബ്രറിയൻ്റെ പേരാണ്. അവർ പറയുമായിരുന്നു, കുട്ടി അബ് ഉഠോ, ഇനി ഇവിടുന്ന് എണീക്ക്, പുസ്തകാലയ ബന്ദ് കർണ ഹെ, ലൈബ്രറി ക്ലോസ് ചെയ്യണം എന്ന് പറയുമ്പോൾ തബ് ബഡി അനിച്ഛാസെ ഉഠ്ത. അപ്പോൾ ഇഷ്ടമില്ലാതെ, അനിച്ഛ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമില്ലാതെ, ബേമൻസെ എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇച്ഛ ന ഹോത്തെ ഹുവേ ബി. ഇച്ഛ ഓപ്പോസിറ്റ് അനിച്ഛ, ഇഷ്ടമില്ലാതെ എണീക്കുമായിരുന്നു. ജിസ് ദിൻ കോയി ഉപന്യാസ് അധൂര ചൂട്ട് ജാത്ത ഉസ് ദിൻ മൻ മേ കസക് ഹോത്തി കി ഖാഷ് ഇത്തനെ പൈസെ ഹോത്തെ കി സദസ്യ ബൻകർ കിതാബ് ഇഷ്യൂ കരാലാത്ത. ഏത് ദിവസമാണ് ഏതെങ്കിലും ഉപന്യാസം വായിച്ച് ബാക്കി മുഴുമിക്കാൻ പറ്റാണ്ടാവുക, ഇനിയും വായിക്കാനുണ്ടാവുക, അധൂര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകംപ്ലീറ്റ്, ചൂട്ട് ജാത്ത, അങ്ങനെയുള്ള സമയത്ത് ഉസ് ദിൻ മൻ മേ കസക് ഹോത്തി, ആ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലെ ഒരു കസക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീഡ, ഒരു വേദന, പറഞ്ഞ ഒരു
വിഷമം തോന്നുമായിരുന്നു. എന്താണ് കാശ്, ഭഗവാൻ എന്ന് പറയില്ലേ നമ്മൾ, ദൈവമേ ഇത്തിനെ പൈസ ഹോത്തേക്ക്, ഇത്ര പൈസ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലോ സദസ്യ ബൻകർ കിതാബ് ഇഷ്യൂ കരാലേത്ത. പറഞ്ഞാൽ അവിടുത്തെ സദസ്യ ബൻകർ എന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് എടുത്തിട്ട്, അവിടുത്തെ മെമ്പറായിട്ട് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ബുക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പറഞ്ഞാൽ അതിൻ്റെ ബാക്കി വീട്ടിൽ പോയി വായിച്ച് തീർക്കാമായിരുന്നു അല്ലേ, അവിടെ തന്നെ ഇരുന്ന് വായിക്കണം എന്നില്ലാതാ പറയണത്. യാ കാശ് ഈസ് കിതാബ് കോ ഖരീദ് പാത്ത, അല്ലെന്നുണ്ടെങ്കിലോ ആ ബുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ ഘർ മേ രക്ത, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും അത്. ഏക് ബാർ പഠിത്ത, ദോ ബാർ പഠിത്ത, ബാർ പഠിത്ത, ഒരു പ്രാവശ്യം വായിക്കാം, 2 പ്രാവശ്യം വായിക്കാം, വെറുതെ വായിക്കാം. പർ ജാൻതാ താ കി യഹ സപ്ന ഹി രഹേഗ, പക്ഷേ എനിക്ക് അറിയാമായിരുന്നു ഇത് സ്വപ്നം തന്നെ ആയിരിക്കുമെന്ന്. ഭല കൈസെ പൂരാ ഹോ പായേഗ, എങ്ങനെ ഇതെല്ലാം പൂർത്തിയാക്കാൻ പറ്റും. പിതാ കെ ദേഹാവസാൻ കെ ബാദ് തോ ആർത്തിക് സങ്കട്ട് ഇത്തന ബഡ് ഗയാ കി പൂച്ചിയേ മത്. അച്ഛൻ മരിച്ചതിന് ശേഷം ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് എത്ര കൂടിയെന്ന് വെച്ചാൽ ചോദിക്കേ വേണ്ട. ഫീസ് ജുട്ടാനാ തക് മുഷ്കിൽ താ, ഫീസ് കൊടുക്കാൻ കൂടി ബുദ്ധിമുട്ടായിരുന്നു. അപ്പനെ ഷോക്കി കിതാബേ ഖരീദന തോ സംഭവ് ഹി നഹി താ, എനിക്ക് ഇഷ്ടമുള്ള ബുക്സ് വാങ്ങിക്കാൻ പോസിബിളേ ആയിരുന്നില്ല. एक ट्रस्ट से योग्य पर असहाय छात्रों को पाठ्यपुस्तकें खरीदने के लिए कुछ रुपये सत्र के आरंभ में मिलते थे. ഒരു ട്രസ്റ്റിൽ നിന്ന്, അഥവാ ഈ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തുള്ളതിൽ നിന്ന് യോഗ്യ പർ അസഹായ ഛാത്രോക്കോ, കഴിവില്ലാത്ത സ്റ്റുഡൻസിന് പാഠ്യപുസ്തകം ഖരീദിനെ के लिए പാഠ്യപുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുച്ച് റുപ്പയെ, കുറച്ച് പൈസ സത്രയ്ക്ക് ആരംഭമേ മിൽത്തേ തേ, അക്കാഡമിക് ഇയറൊക്കെ തുടങ്ങുന്ന സമയത്ത് കിട്ടുമായിരുന്നു. ഉൻസെ പ്രമുഖ പാഠ്യപുസ്തകയെ സെക്കൻഡ് ഹാൻഡ് ഖരീദാത്ത, അവരുടെ കയ്യിൽ നിന്ന് കാര്യമായിട്ടുള്ള പാഠ്യപുസ്തകങ്ങളെല്ലാം സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങുമായിരുന്നു, ഉപയോഗിച്ചത്. ബാക്കി അപ്പനെ സഹപാഠിയോं से लेकर പഠിത്ത, ബാക്കിയുള്ളത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് വായിക്കുമായിരുന്നു. ഓർ നോട്ട്സ് ബനാ ലേത്ത, പിന്നെ അതിൻ്റെ നോട്ട്സ് എഴുതി വെക്കുമായിരുന്നു. ഉൻ ദിനോ പരീക്ഷ കെ ബാദ് ഛാത്ര അപ്നി പുരാനി പാഠ്യപുസ്തകെ ആദ്യ ദാം മേ ബേച്ച് ദേത്തെ, ആ ദിവസങ്ങളിലെല്ലാം പറഞ്ഞാൽ ആ കാലത്ത് സ്റ്റുഡൻസ് അപ്പനി പുരാനി പാഠ്യപുസ്തകം, തൻ്റെ പഴയ പാഠ്യപുസ്തകങ്ങളെല്ലാം ഹാഫ് റേറ്റിൽ വിൽക്കുമായിരുന്നു അവർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം. ഉസ്മേ ആനെവാലെ നയെ ലേക്കിൻ ഉസെ വിപന്ന ഛാത്ര ഖരീദ് ലേത്തെ, അതിനെയെല്ലാം വിപന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരീബ് താഴെ കൊടുത്തിട്ടുണ്ട്, കഴിവില്ലാത്ത പൈസയില്ലാത്ത സ്റ്റുഡൻസ് വാങ്ങുമായിരുന്നു. ഇസി തര കാം ചൽത്ത, അങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുമായിരുന്നു. ലേക്കിൻ ഫിർ ഭി മേനെ ജീവൻ കി പെഹലി സാഹിത്യക് പുസ്തക് അപ്പനെ പൈസോസെ കേസെ ഖരീദി, എന്നാൽ അങ്ങനെയുള്ള സമയത്തും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സാഹിത്യക് പുസ്തകം അപ്പനെ പൈസോസെ, എൻ്റെ സ്വന്തം പൈസ കൊണ്ട് എങ്ങനെ വാങ്ങി. യഹ് ആസ് തക് യാദ്, ഇതെനിക്ക് ഇപ്പോൾ വരെ ഓർമ്മയുണ്ട്. ഉസ് സാൽ ഇൻ്റർമീഡിയറ്റ് പാസ് കിയാത്ത, ആ വർഷം ഞാൻ ഇൻ്റർമീഡിയറ്റ് പാസ്സായി. ഇൻ്റർമീഡിയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11th 12th അഥവാ പ്രീ ഡിഗ്രി എന്നും നമ്മളുടെ അവിടെ പറയുമായിരുന്നു. പുരാനി പുസ്തകെ ബേച്ച് കർ BA की പാഠ്യപുസ്തകെ ലേനെ ഏക് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പർ ഗയ, പഴയ പാഠ്യപുസ്തകങ്ങളെല്ലാം വിറ്റു. എന്നിട്ട് BAൻ്റെ പാഠ്യപുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ബുക്സ് വിൽക്കുന്ന ഒരു ബുക്ക് ഷോപ്പിൽ പോയി. ഉസ് ബാർ ജാനെ കേസെ പാഠ്യപുസ്തകം ഖരീദ് കർ ബി 2 रुपये ബച്ച് ഗए. ആ സമയത്ത് എന്താണ്, പാഠ്യപുസ്തകങ്ങളെല്ലാം വാങ്ങിയിട്ട് എൻ്റെ അടുത്ത് 2 രൂപ ബാക്കിയായി. സാമനയ്ക്ക് സിനിമാഘർ മേ ദേവദാസ് ലഗാത്ത, അടുത്തുള്ള തിയേറ്ററിൽ ദേവദാസ് എന്ന പിക്ചർ നടക്കുമായിരുന്നു. ന്യൂ തിയേറ്റേഴ്സ് വാല, ന്യൂ തിയേറ്റേഴ്സിൻ്റെ ബഹുത് ചർച്ച തി ഉസ്കി, അതിൻ്റെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന സമയമായിരുന്നു. ലേക്കിൻ മേരി മാക്കോ സിനിമ ദേഖന ബിൽക്കുൽ നാപസന്ത, എന്നാൽ എൻ്റെ അമ്മയ്ക്ക് സിനിമ കാണാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു. നാപസന്ത്, പസന്ത് നഹി ഥാ. ഉസി സെ ബच्चे ബിഗഡ്ത്തെ ഹേ, അതിൽ കുട്ടികൾ സ്പോയിലാവും വഷളാവും എന്നൊക്കെ അമ്മ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ബിഗഡന എന്ന് വെച്ചാൽ സ്പോയിലാവുക, വഷളാവുക. ലേക്കിൻ ഉസ്കെ ഗാനെ സിനിമാഗ്രഹക്കെ ബാഹർ ബജ്ത്തെ തെ, അതിൻ്റെ പാട്ടുകൾ ആ തിയേറ്ററിൻ്റെ വെളിയിൽ വരെ കേൾക്കുമായിരുന്നു. ഉസ്മേ സെഹഗൽ കാ ഏക് ഗാന താ, അതിൽ സെഹഗൽ ജിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു. സെഹഗൽ അത് മ്യൂസിക് ഡയറക്ടറോ സിംഗറോ ആരോ ആണ് കേട്ടോ. ദുഃഖ് കെ ദിൻ അബ് ബീതത് നാഹി, ആ പാട്ടിൻ്റെ വരികൾ ഇതായിരുന്നു, ദുഃഖത്തിൻ്റെ ദിവസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോകില്ല എന്ന് തുടങ്ങുന്ന വരിയായിരുന്നു. ഉസെ അക്സർ ഗുൻഗുനാത്ത രത്താത്ത, അത് എപ്പോഴും ഞാൻ മൂളിക്കൊണ്ടിരിക്കുമായിരുന്നു. ഗുൻഗുനാന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂളിക്കൊണ്ടിരിക്കുക. കഭി കഭി ഗുൻഗുനാത്തെ ആംഖോമേ ആസു ആജാത്യത്തെ ജാനേക്യു, ചില സമയത്ത് അത് മൂളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ വെള്ളം വരുമായിരുന്നു, എന്തുകൊണ്ടെന്നല്ല. ഏക് ദിൻ മാനെ സുന, ഒരു ദിവസം അമ്മ കേട്ടു. മാക്കാ ദിൽ തോ ആഖിർ മാക്കാ ദിൽ, അമ്മയുടെ
ആരുടെ മനസ്സ്? അമ്മയുടെ മനസ്സാണ്. ഏക് ദിൻ ബോലി, ഒരു ദിവസം പറഞ്ഞു, ദുഃഖ് കെ ദിൻ അബ് ബീത് ജായെങ്കെ ബേട്ട, ദുഃഖത്തിൻ്റെ ദിവസങ്ങൾ ഇനി കഴിഞ്ഞു പോകും മകനെ എന്ന് അമ്മ പറഞ്ഞു. ആ വരി എങ്ങനെയായിരുന്നു പാട്ടിൻ്റെ? കഴിഞ്ഞു പോകില്ല എന്നാണ്. അപ്പം അമ്മ പറഞ്ഞു ബീത് ജായെങ്കെ, കഴിഞ്ഞു പോകും. ദിൽ ഇത്തന ചോട്ടാ ക്യൂം കർത്താ ഹെ, മനസ്സ് എന്തിനാ ഇങ്ങനെ ചെറുതാക്കുന്നത്? ധീരജ് സെ കാം ലോ, ധൈര്യമായി മുന്നോട്ട് പോകൂ. ജബ് ഉന്നെ മാലൂം ഹുവാ കി യഹ് തോ ഫിലിം ദേവദാസ് കാ ഗാന ഹെ, അപ്പോൾ അമ്മയ്ക്ക് അത് മനസ്സിലായി. എന്താണ് ഇത്? ദേവദാസ് എന്ന ഫിലിമിലെ പാട്ടാണെന്ന് മനസ്സിലായപ്പോൾ സിനിമ കി ഘോർ വിരോധി മാനെ കഹ, സിനിമയെ വല്ലാതെ എതിരായിട്ടുള്ള അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് സിനിമ ഇഷ്ടമായിരുന്നില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയുള്ള അമ്മ പറഞ്ഞു, അപ്ന മൻ ക്യൂ മാർത്താ ഹെ, നിൻ്റെ മനസ്സ് എന്തിനാണ് അടിച്ചമർത്തുന്നത്? മൻ മാർന്ന എന്ന് വെച്ചാൽ അതൊരു ഈഡിയമാണ് കേട്ടോ, മുഹാവരയാണ്. അതിൻ്റെ അർത്ഥം നമ്മളുടെ ആഗ്രഹങ്ങളെ അടക്കി വെക്കുക. ഇച്ഛാക്കോ റോക്ന, അല്ലെങ്കിൽ മൻ കെ ഇച്ഛാക്കോ ദബാന എന്ന് പറയാം. അങ്ങനെ വെച്ചിട്ട് ജാക്കർ പിക്ചർ ദേക്കാ, പോയി പിക്ചർ കണ്ടിട്ട് വാ എന്ന് അമ്മ പറഞ്ഞു. പൈസ മേ ദേ ദൂങ്കി, പൈസ ഞാൻ തരാം. മേനെ മാ को बताया कि किताबें बेचकर 2 रुपये मेरे पास बचे हैं. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ബുക്സ് എല്ലാം വിറ്റിട്ട് ബാക്കി 2 രൂപ എൻ്റെ കയ്യിൽ ഉണ്ട്. വേ 2 रुपये लेकर माँ की सहमति से फिल्म देखने गया. ആ 2 രൂപയും കൊണ്ട് അമ്മയുടെ പെർമിഷനോടുകൂടി ഞാൻ പിക്ചർ കാണാൻ പോയി. പെഹല ഷോ ചൂട്ട്നെ മേ ദേർ തീ, ആദ്യത്തെ ഷോ വിടാൻ സമയമുണ്ടായിരുന്നു ഇനിയും. പാസ് മേ അപ്നി പരിചിത് കിതാബ് കി ദുഖാൻ തീ, അടുത്ത് തന്നെ എനിക്ക് പരിചയമുള്ള ഒരു ബുക്കിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. വഹി ചക്കർ ലഗാനെ ലഗ, അവിടെ ഞാൻ കറങ്ങാൻ തുടങ്ങി. സഹസ ദേക്ക, പെട്ടെന്ന് കണ്ടു. കൗണ്ടർ പർ ഏക് പുസ്തക് രഖി ഹെ ദേവദാസ്, ആ കൗണ്ടറിലൊരു ബുക്ക് വെച്ചിരിക്കുന്നു, ദേവദാസ് എന്ന പേരുള്ള. ലേഖക് ശരത് ചന്ദ്ര ചട്ടോപാധ്യായ്, അതിൻ്റെ ലേഖകൻ റൈറ്ററാണ് ശരത് ചന്ദ്ര ചട്ടോപാധ്യായ്. ദാം കേവൽ 1 रुपया, വില വെറും 1 രൂപ. മേനെ പുസ്തക് ഉട്ടാക്കർ ഉൾട്ടി പൾട്ടി, ഞാൻ ആ പുസ്തകം എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. തോ പുസ്തക് വിക്രേത ബോല, അപ്പോൾ ആ പുസ്തകം വിൽക്കുന്ന ആൾ പറഞ്ഞു, ആ ബുക്ക് സെല്ലർ പറഞ്ഞു, തും വിദ്യാർത്ഥി ഹോ, നീ സ്റ്റുഡൻ്റ് ആണോ? യഹി അപ്നി പുരാനി കിതാബേം ബേസ്തേ ഹോ, ഇവിടെ തന്നെയല്ലേ നീ നിൻ്റെ പഴയ ബുക്കുകൾ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടായിരുന്നത്? ഹമാരെ പുരാനെ ഗാഹക് ഹോ, നീ ഞങ്ങളുടെ പഴയ കസ്റ്റമറാണ്. തുംസെ അപ്ന കമ്മീഷൻ നെഹി ലൂങ്ക, നിൻ്റെ അടുത്ത് എൻ്റെ കമ്മീഷൻ ഞാൻ വാങ്ങുന്നില്ല. കേവൽ 10 ആനെ മേ യഹ് കിതാബ് ദേ ദൂങ്ക, വെറും 10 അണയിൽ ഈ ബുക്ക് നിനക്ക് തരാം. എന്ന് വെച്ചാൽ 1 രൂപയിലും കുറവ്. മേരാ മൻ പലട്ട് ഗയ, എൻ്റെ മനസ്സ് തിരിഞ്ഞുപോയി. കോൺ ദേക്കെ 1.5 रुपये മേ പിക്ചർ, ആരെ കാണുന്ന ഇപ്പോൾ ഈ 1.5 രൂപയിൽ പിക്ചർ? അതിൻ്റെ അർത്ഥം പിക്ചറിൻ്റെ ടിക്കറ്റ് 1.5 രൂപയായിരിക്കാം അല്ലേ? 10 അനെ മേ ദേവദാസ് ഖരീദി, 10 അണയിൽ ഞാൻ ആ ദേവദാസ് എന്നുള്ള ബുക്ക് വാങ്ങി. ജൽദി ജൽദി ഗർ ലൗട്ട് ആയ, വേഗം വേഗം വീട്ടിലേക്ക് വന്നു. ഓർ 2 रुपये में से बचे 1 रुपया 6 अना माँ के हाथ में रख दिए. ആ 2 രൂപയിൽ നിന്ന് 10 അണയ്ക്ക് ബുക്ക് വാങ്ങി, ബാക്കി 1 രൂപ 6 അണ ബാക്കിയായി. അത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അരേ തൂ ലോട്ട് കേസെ ആയ, നീ എങ്ങനെ തിരിച്ചു വന്നത്? പിക്ചർ നെഹി ദേക്കി, പിക്ചർ കണ്ടില്ലേ? മാനെ പൂച്ച, അമ്മ ചോദിച്ചു. നെഹി മാ, ഇല്ല അമ്മ. ഫിലിം നെഹി ദേക്കി, പിക്ചർ കണ്ടില്ല. കിതാബ് ലേ ആയ ദേക്കോ, ഈ ബുക്ക് വാങ്ങിക്കൊണ്ടുവന്നു നോക്ക്. മാ കി ആംഖോ മേ ആസു ആ ഗയെ, അമ്മയുടെ കണ്ണിൽ വെള്ളം വന്നു. ഖുഷി കെ തേ യാ ദുഃഖ് കെ യഹ് നെഹി മാലൂം, സങ്കടം കൊണ്ടോ സന്തോഷം കൊണ്ടോ ഇതെനിക്കറിയില്ല. വഹ് മേരെ അപ്നെ പേസോ സെ ഖരീദി മേരി അപ്നി നിജി ലൈബ്രറി കി പെഹ്ലി കിതാബ് തി, അത് എൻ്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിച്ച മേരി അപ്നി നിജി ലൈബ്രറിക്ക്, എൻ്റെ പേഴ്സണൽ ലൈബ്രറിയിലത്തെ പെഹ്ലി കിതാബ് തി, ആദ്യത്തെ പുസ്തകമായിരുന്നു. ഏത്? ദേവദാസ് എന്ന പുസ്തകം. ആജ് ജബ് അപ്നെ പുസ്തക് സങ്കലൻ പർ നസർ ഡാൽത്താ ഹൂം, ഇപ്പം ഞാൻ എൻ്റെ ബുക്ക് കളക്ഷനിൽ നോക്കുമ്പോൾ, ജിസ്മെ ഹിന്ദി അംഗ്രേസി കെ ഉപന്യാസ്, അതിൽ ഹിന്ദിയും ഇംഗ്ലീഷിൻ്റെയും ബുക്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഉപന്യാസമുണ്ട്, നാടക് ഡ്രാമ ഉണ്ട്, അല്ലെങ്കിൽ പ്ലേ കഥാസങ്കലൻ കഥകളുള്ളതുണ്ട്, പിന്നെ ജീവനിയ ബയോഗ്രഫീസ്, സംസ്മരൺ എന്ന് വെച്ചാൽ ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ പറയില്ലേ, മെമ്മറിയിൽ എഴുതുന്നത്, ഇതിഹാസ ഹിസ്റ്ററി, കല, പുരാതത്വം എന്ന് പറഞ്ഞാൽ താഴെ മീനിങ് കൊടുത്തിട്ടുണ്ട്. പുരാനി ബാത്തോ ഓർ ഇതിഹാസ് കെ അധ്യയൻ തഥാ, പഴയ കാര്യങ്ങളും പിന്നെ ഹിസ്റ്ററിയുടെ പറ്റിയിട്ടുള്ള പഠനവും, അനുസന്ധാൻ സെ സംബന്ധ് രഖ്നെ വാലി വിശേഷ് പ്രകാർ കി വിദ്യ, അനുസന്ധാൻ എന്ന് വെച്ചാൽ റിസർച്ച്, അപ്പോൾ റിസർച്ചിൻ്റെ റിലേറ്റഡും ആയിട്ടുള്ള ബുക്സുകളാണ് പുരാതത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രാജനീതിക്ക് ഹസാർഹ എന്ന് മീനിങ് കൊടുത്തിട്ടുണ്ട്. ഹസാർ സെ അധിക, 1000-ൽ കൂടുതൽ. രാജനീതി എന്ന് വെച്ചാൽ പൊളിറ്റിക്സ്, അപ്പോൾ പൊളിറ്റിക്സിൻ്റെ ബുക്കുകൾ. തബ് കിത്നി ഷിദ്ദത്ത് സെ യാദ് ആത്തി ഹെ, ഷിദ്ദത്ത് എന്ന് വെച്ചാൽ അധികത, പ്രബലത, പറഞ്ഞാൽ കുറേ കൂടുതൽ ഉള്ള സമയത്ത് നമുക്കൊരു അഭിമാനം തോന്നില്ലേ, അതാണ്. അങ്ങനെ പ്രബലതയോടുകൂടി ഞാൻ ഓർക്കുന്നു. അപ്നി വഹ് പെഹ്ലി പുസ്തകി ഖരീദാരി, എൻ്റെ ആ ആദ്യത്തെ പുസ്തകം വാങ്ങിച്ച സമയം ഞാൻ ഓർക്കുന്നു.
रेनर मारिया रिल्के, स्टीफन ज्वीग, मोपासा, चेखव, टॉल्स्टॉय, दास्तोवस्की, माइकोवस्की, सोल्जेनिस्टिन, स्टीफन स्पेंडर, आर्डन एजरा पाउंड, यूजीन ओनील, जॉन पॉल सार्त्र, अल्बेयर कामू, आयोनेस्को के साथ पिकासो, ब्रूगेल, रेम्ब्रा, हेबर, हुसैन तथा हिंदी में कबीर, तुलसी, सूर, रसखान, जायसी, प्रेमचंद, पंत, निराला, महादेवी और जाने कितने लेखकों ചിന്തകോം കി ഇൻ കൃതിയോം കെ ബീച്ച്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം പുസ്തകങ്ങൾ, കൃതികൾ, അതിൻ്റെ ഇടയിൽ അപ്പനേക്കോ കിത്തന ഭരാ ഭരാ മെഹസൂസ് കർത്താ ഹൂം, ഞാൻ എന്നെ തന്നെ സ്വയം തന്നെ എത്ര നിറഞ്ഞതായിട്ടാണ് ഫീലാകുന്നത്. പറഞ്ഞാൽ വളരെയധികം സന്തോഷം കിട്ടുന്നുണ്ട് ലേഖകന്. ഭരാഭര എന്ന് വെച്ചാൽ നിറഞ്ഞത്, അതിൻ്റെ അർത്ഥം വളരെ സന്തോഷം, വളരെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലേഖകൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ കൂടുതൽ മാർക്ക് ഉണ്ടാവും, അതുകൊണ്ട് ഇംഗ്ലീഷും നന്നായി അറിയാം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ റൈറ്റേഴ്സിൻ്റെയും ഹിന്ദി റൈറ്റേഴ്സിൻ്റെയും എല്ലാ തരത്തിലുള്ളവരുടെയും ബുക്സുകൾ ഉണ്ട്. मराठी के वरिष्ठ कवि विंदा करंदीकर ने कितना सच कहा था उस दिन. അപ്പം മറാഠിയുടെ വരിഷ്ഠ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജനീയ ബഡ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല ഒരു കവി വിന്ദ കരന്ദീക്കർ എന്ന കവി കിത്തന സച്ച് കഹാത്ത, എത്ര സത്യമാണ് പറഞ്ഞിരിക്കുന്നത് ആ ദിവസങ്ങളിൽ. മേര ഓപ്പറേഷൻ സഫൽ ഹോനെ കെ ബാദ് വേ ദേഖ്നെ ആയേ ഥേ ബോലെ, എൻ്റെ ഓപ്പറേഷൻ സക്സസ് ആയതിനു ശേഷം അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഭാരതി യെ സൈക്കഡോ മഹാപുരുഷ जो पुस्तक रूप में तुम्हारे चारों ओर विराजमान है, ഈ നൂറുകണക്കിന് മഹാപുരുഷന്മാർ പുസ്തകത്തിൻ്റെ രൂപത്തിൽ നിൻ്റെ 4 വശത്തും ഉണ്ട്. വിരാജമാൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ്, എക്സിസ്റ്റിംഗ്, ഉണ്ട്. ഇനിക്ക് ആശീർവാദ് സേ തും ബച്ചേ ഹോ, ഇതിൻ്റെ എല്ലാം ആശീർവാദത്തിലാണ് നീ രക്ഷപ്പെട്ടത്. ഇനോനെ തുമേ പുനർജീവൻ ദിയാ ഹെ, ഇവരെല്ലാവരും നിനക്ക് പുനർജീവൻ തന്നിരിക്കുന്നുണ്ട്. മേനെ മൻ ഹി മൻ പ്രണാം കിയ വിന്ദ കോ ഭി ഇൻ മഹാപുരുഷോ കോ ഭി, ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ആ വിന്ദ എന്ന കവിയെ പ്രണാമം ചെയ്തു. പിന്നെ ഈ മഹാപുരുഷന്മാരും ആരൊക്കെയാണ്, ഈ പറഞ്ഞ ബുക്സുകളൊക്കെ എഴുതിയ ആ റൈറ്റേഴ്സ്, ആ മഹാപുരുഷന്മാരെയും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പ്രണാമം ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.